ഹലോ, സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്, നുണ പറയുന്നതിനെക്കുറിച്ച്. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ നുണ പറയുന്നത്? അതിന്റെയൊക്കെ പിന്നിലുള്ള സൈക്കോളജി എന്താണ്? വാ, നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ നമുക്ക് വളരെ സിമ്പിളായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു നുണ പറഞ്ഞിട്ടുണ്ടോ? ഒരു നിമിഷം, ഒന്ന് സത്യസന്ധമായിട്ട് ആലോചിച്ചു നോക്കിയേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമിക്കുകയേ വേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. കാരണം നുണ പറയുക എന്നുള്ളത് ഒരു മനുഷ്യ സഹജമായ കാര്യമാണ്. ചിലപ്പോ നമ്മളത് ചെറുപ്പത്തിൽ പഠിക്കുന്നൊരു ശീലമായിരിക്കാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു എളുപ്പവഴിയായിരിക്കാം. അപ്പോ നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഒരു സാധാരണ ശീലം. നുണകൾ എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുന്നത് നോക്കാം, അല്ലേ? ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിക്കേ, എന്തൊരു രസമാണല്ലേ ഇത്. കാലം എത്ര മാറിയാലും നമ്മുടെ എക്സ്ക്യൂസുകൾക്ക്, അതായത് ഒഴിവ് കഴിവുകൾക്ക് വലിയ മാറ്റമൊന്നും വരുന്നില്ല. സ്കൂളിൽ പോകാൻ മടിച്ച് ടീച്ചറെ പനിയായിരുന്നു എന്നു പറഞ്ഞ അതേ നമ്മൾ തന്നെയാണ് വർഷങ്ങൾക്കിപ്പുറം ഓഫീസിൽ നിന്ന് മുങ്ങാനായിട്ട് ഒരു മീറ്റിംഗിലാണ് എന്നൊക്കെ കൂളായിട്ട് പറയുന്നത്. സിറ്റുവേഷൻസ് മാറിയെന്നേ ഉള്ളൂ, പക്ഷേ ആ ബേസിക് ഐഡിയ അതിപ്പോഴും അതുതന്നെയാണ്. ശരി, ഇനി ഒരു കഥ കേട്ടാലോ? അതായത് ഒരു പ്ലാനിങ്ങുമില്ലാതെ ഒരു നുണ പറഞ്ഞാൽ അതെങ്ങനെ പൊളിഞ്ഞു പാളിസാകുമെന്ന് കാണിക്കുന്ന ഒരു യഥാർത്ഥ കഥ. ഒരു ഡീസൽ കാറിന്റെ കഥയാണിത്. കഥ ഇങ്ങനെയാണ്. ഒരു പ്രധാനപ്പെട്ട പ്രസന്റേഷന് ഒരാൾ വൈകിയെത്തി. അപ്പോൾ സഹപ്രവർത്തകൻ പറഞ്ഞ കാരണം എന്താണെന്നോ? സോറി, എന്റെ കാറിന്റെ കാർബറേറ്റർ കേടായിപ്പോയി. കേൾക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള, ആരും പെട്ടെന്നൊന്നും സംശയിക്കാത്തൊരു കിടിലൻ കാരണം, അല്ലേ? പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നം പറ്റി. അദ്ദേഹത്തിന്റെ കാർ ഒരു ഡീസൽ വണ്ടിയായിരുന്നു. സത്യത്തിൽ ഡീസൽ എഞ്ചിനുകൾക്ക് കാർബറേറ്റർ എന്നൊരു സാധനമേയില്ല. അതോടുകൂടി ആ നുണ അവിടെ പൊളിഞ്ഞ പാളീസായി. അപ്പോ ആ കഥയിൽ നിന്നുള്ള ഗുണപാഠം വളരെ സിമ്പിളാണ്. നുണ പറയാൻ തന്നെയാ തീരുമാനമെങ്കിൽ ചുരുങ്ങിയത് അതിനെക്കുറിച്ചൊന്ന് ഗൂഗിളെങ്കിലും ചെയ്യണം. ഇതൊരു തമാശയായിട്ട് തോന്നാമെങ്കിലും ഇതിൽ ശരിക്കും ആലോചിക്കാനൊരു കാര്യമുണ്ടല്ലേ? ഓക്കേ, അപ്പോ ഇത്തരം രസകരമായ കഥകളിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നുണകളുടെ പല തട്ടുകളെക്കുറിച്ച് സംസാരിക്കാം. അതാണ് നമ്മുടെ അടുത്ത ഭാഗം, ചെറുതും വലുതുമായ നുണകൾ. എല്ലാ നുണകളും ഒരുപോലെയാണോ? അല്ല. വെളുത്ത നുണകൾ അഥവാ വൈറ്റ് ലൈസ് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? മറ്റൊരാളുടെ ഫീലിംഗ്സ് ഹേർട്ട് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ബന്ധങ്ങൾക്കിടയിൽ ചെറിയ സന്തോഷങ്ങളൊക്കെ കൊണ്ടുവരാൻ നമ്മൾ പറയുന്ന നിരുപദ്രവകാരികളായ നുണകളില്ലേ? അതാണീ വൈറ്റ് ലൈസ്. പക്ഷേ ഈ സ്ലൈഡിലെ താരതമ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് വരുന്നത്. നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന വെളുത്ത നുണകൾ ഒരു തൂവൽ പോലെ ഭാരം കുറഞ്ഞതാണെങ്കിൽ, നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന നുണകളുണ്ടല്ലോ, അതിന് ഒരു പാറയുടെ ഭാരമുണ്ടാകും. കാരണം എന്താണെന്നോ? അത് തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ സ്വന്തം വളർച്ചയെയും നമ്മുടെ സാധ്യതകളെയുമാണ്. അപ്പോ ഇനി നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്, ഏറ്റവും അപകടകാരികളായ നുണകളെക്കുറിച്ച്. അതായത് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന നുണകളെക്കുറിച്ച്. പുതിയൊരു അവസരം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മളോട് തന്നെ പറയുന്ന നുണ ഇതായിരിക്കും: അയ്യോ, ഞാൻ ആ ജോലിക്ക് റെഡിയായിട്ടില്ല. സത്യത്തിൽ ഇത് നമ്മുടെ കഴിവില്ലായ്മയുടെ അടയാളം ഒന്നുമല്ല, മറിച്ച് പരാജയപ്പെടുമോ എന്നുള്ള നമ്മുടെ ഉള്ളിലെ പേടിയെ മറച്ചുപിടിക്കാനുള്ള ഒരു മറ മാത്രമാണിത്. ആ പേടിയാണ് നമ്മൾ തയ്യാറെടുപ്പില്ലായ്മ എന്ന് ഭംഗിയായിട്ട് പേരിട്ട് വിളിക്കുന്നത്. അടുത്തത്, ഒരുപക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ഒരു നുണ ഇതായിരിക്കും: ഇത് നാളെ ചെയ്യാം. ഇന്ന് തീർക്കേണ്ട കാര്യങ്ങളെ അനന്തമായി നാളേക്ക് മാറ്റിവെക്കുന്ന ഈ ഒരൊറ്റ നുണയിൽ നമ്മുടെ എത്രയെത്ര സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമാണ് വഴിമുട്ടി നിൽക്കുന്നത്. ഇത് വെറുമൊരു വാക്കല്ല, നമ്മുടെ പുരോഗതിയുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് ഈ നുണകളെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത്? അതിനൊരു കാരണമുണ്ട്. കാരണം അവ വരുന്നത് ജാഗ്രത, വിവേകം, സെൽഫ് കെയർ എന്നൊക്കെ പറയുന്ന നല്ല കാര്യങ്ങളുടെ ഒരു മുഖമൂടി അണിഞ്ഞാണ്. ഞാൻ റിസ്ക് എടുക്കാത്തതല്ല, ഞാൻ കുറച്ചുകൂടി വിവേകത്തോടെ ചിന്തിക്കുകയാണ് എന്ന് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കെണിയാണ്. അപ്പോ നുണകളെക്കുറിച്ച് ഇത്രയൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് നമുക്ക് സത്യസന്ധതയുടെ മൂല്യത്തെക്കുറിച്ച് ഒന്ന് നോക്കാമല്ലേ? അടുത്ത ഭാഗം അതിനെക്കുറിച്ചാണ്. ചരിത്രം നോക്കിയാൽ സത്യസന്ധതയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് മഹാന്മാരെ നമുക്ക് കാണാം. നമ്മളവരെ ആരാധിക്കുന്നു. പക്ഷെ നമ്മുടെയൊക്കെ റിയൽ ലൈഫിൽ ഓരോ സെക്കൻഡിലും 100% സത്യസന്ധരായിരിക്കുക എന്നുള്ളത് അത് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുന്നതാണ് സത്യസന്ധതയിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത്.
അപ്പോ പിന്നെ എന്താണ് ഇതിനൊരു പരിഹാരം? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ചുവടുവെപ്പ്, അതിനെക്കുറിച്ചാണ് നമ്മുടെ അവസാന ഭാഗം. അവസാനമായിട്ട് നമുക്കെല്ലാവർക്കും ചിന്തിക്കാൻ പറ്റിയ ഒരു രസകരമായ ചോദ്യം: ആരാണ് കൂടുതൽ നുണ പറയുന്നത്? തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ തരുന്ന രാഷ്ട്രീയക്കാരോ, അതോ പൈജാമയുമിട്ട് വീട്ടിലിരുന്നുകൊണ്ട് ദാ 5 മിനിറ്റിനുള്ളിൽ എത്തും എന്ന് ഫോണിൽ പറയുന്ന നമ്മളോ? ഒരുപക്ഷെ ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കുന്നല്ലേ? അപ്പോ ഈ ഒരു ചർച്ചയിൽ നിന്ന് നമുക്ക് എന്തു കൊണ്ടുപോകാം? സ്വയം കുറ്റപ്പെടുത്തുന്നതിനു പകരം നമുക്ക് നമ്മളോട് തന്നെ ഒരു പ്രോമിസ് എടുക്കാം. നമ്മുടെ കുഞ്ഞു കുഞ്ഞു നുണകളെ, പ്രത്യേകിച്ച് നമ്മളോട് തന്നെ പറയുന്നവയെ ഒന്ന് പിടികൂടാൻ ശ്രമിക്കാം. എന്നിട്ട് ആഹാ, ഞാൻ വീണ്ടും ഇത് പറഞ്ഞല്ലോ എന്നോട്ട് സ്വയം ഒന്ന് ചിരിക്കാം. ആ ഒരു തിരിച്ചറിവാണ് ആത്മപരിശോധനയിലേക്കുള്ള ഏറ്റവും നല്ല തുടക്കം. ഒരു കാര്യം ഓർക്കുക, വലിയ വലിയ സത്യങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് നമ്മളോട് തന്നെ സത്യസന്ധരാവുന്ന ഇതുപോലത്തെ ചെറിയ ചെറിയ ചുവടുകളിലാണ്. ഈ വിശകലനം നിങ്ങൾക്ക് പുതിയ ചില ചിന്തകൾ തന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത തവണ കാണുന്നതുവരെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക.